ഹലോ ഗൈസ്, നല്ല മഴ കാരണം ഒരു പണി എടുക്കാൻ പറ്റാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് നേരം പോയി. പിന്നെ ഈ മഴയത്ത് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ വിട്ട് കോഴിക്കോട്ടങ്ങാടിയിലേക്ക് ഒരു വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ച് നേരെ വിട്ടത് നമ്മുടെ TNTയിലേക്കാട്ടോ. ഇങ്ങനെ കണ്ടാ വിചാരിക്കും ഏതോ കല്യാണ ഓഡിറ്റോറിയത്തിന്റെ പാർക്കിങ്ങിന്റെ ഫ്രണ്ടേജ് ആണ്. കാരണം അത്രമാത്രം വണ്ടികളാണ് അവിടെ പാർക്ക് ചെയ്തത്. നേരെ ഉള്ളിൽ കയറി നോക്കി ഒന്നും പറയാനല്ല, ഹലാക്കിന്റെ തിരക്കാണ്. എന്നും ഇങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, TNTന്റെ ഫേവറേറ്റ് ഐറ്റം ഷവായ തന്നെ ഓർഡർ ചെയ്ത് ഇവിടെ ഒരു മന്തി റൈസും. അവരെ ഷവായ എന്ന് പറഞ്ഞാൽ കിടിലൻ ഷവായ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആളുകൾ അവിടെ എത്താൻ തന്നെ കാരണം. ഓവർ മസാല ഒന്നും തേച്ച് കൊളാക്കാതെ നല്ലൊരു ഫ്ലേവർ ഉള്ള അടിപൊളി ഷവായ തന്നെ കേട്ടോ. ആ ഷവായ എന്നൊരു പീസ് എടുത്ത് നല്ല തിക്കായ മയനേസിൽ മുക്കിയിട്ട് കുബൂസിന്റെ കൂടെ ആ വായിലേക്ക് അങ്ങോട്ട് ഇട്ടാലുണ്ടല്ലോ, ഒന്നും പറയാനില്ല, അടിപൊളി. പിന്നെ ഷവായന്റെ പീസും അവരെ മന്തി റൈസും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. അതും ഒന്നും പറയില്ല, നല്ല ഫ്ലേവർ ഉള്ള അടിപൊളി റൈസ് തന്നെയാണ് അവരെ മന്തി റൈസ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ഐറ്റം ഷവായന്റെ കൂടെ തരുന്ന ഈ ഒരു സലാഡാട്ടോ, മാങ്ങന്റെ മസ്റ്റ് ട്രൈ ആണ്. ടേസ്റ്റ് കൊണ്ടാണെന്ന് അറിയില്ല, പ്ലേറ്റുകളൊക്കെ മൊത്തം പെട്ടെന്ന് കാലിയായിട്ടുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണ്ട കേട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തേക്ക് നോക്കിയാലും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഷവായകൾ അതാ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കറങ്ങണ ഷവായ എണ്ണാൻ തുടങ്ങിയാണെങ്കിൽ നമുക്ക് തന്നെ അന്തണ്ടാവില്ല. അങ്ങനെ മഴയും കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. കോഴിക്കോട് വന്ന ബീച്ചിൽ പോയി ഒന്ന് ഒപ്പിടൽ പറഞ്ഞാണല്ലോ, അപ്പോ ബീച്ചിലേക്ക് തന്നെ നേരെ വിട്ട്. മഴ പെയ്തുകൊണ്ടേ നിൽക്കുന്നതുകൊണ്ട് ബീച്ചൊക്കെ ഫുള്ള് കാലിയാണ്. ആളില്ലാത്ത ബീച്ച് കാണാൻ ഒരു രസമില്ല. പിന്നെ പേരിന് അവിടെ നിന്ന് ഒരു കട്ടൻ കാപ്പി കുടിച്ച് വൈബാക്കി ഞങ്ങൾ തലമിന്നി.